ഏവരെയും എൻ്റെ ഇന്നത്തെ വീഡിയോയിലേക്ക് ഹാർദവമായി സ്വാഗതം ചെയ്തുകൊള്ളുന്നു. ഇതാണ് എൻ്റെ വീട്ടിലെ റോസിഡ പ്ലാന്റ്. ഇതിനിപ്പോൾ എൻ്റെ അത്രത്തോളം തന്നെ ഹൈറ്റുണ്ട്, ഉയരമുണ്ട്. ചെടി ചട്ടിയിലാണ് നട്ടേക്കുന്നത്. ഇതിൻ്റെ ശാസ്ത്രീയ നാമം സാന്തോസ്റ്റമൺ ക്രിസാന്താസ്. സാന്തോസ്റ്റമൺ ക്രിസാന്താസ്. ഇതിൽ പ്രധാനമായിട്ട് 2 കളറാണുള്ളത്. യെല്ലോ കളറും യെല്ലോ റോസിഡയും റെഡ് റോസിഡയും. ഇത് റെഡ് റോസിഡയാണ് ഇപ്പം ഞങ്ങൾക്കുള്ളത്. ഇതിൻ്റെ കുടുംബം മെറ്റാഷിയാണ്. ഇതിൻ്റെ കുടുംബം മെറ്റാഷി കുടുംബത്തിൽപ്പെട്ടതാണിത്. ഇതിൻ്റെ ഉത്ഭവം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഉൽപ്പത്തി എന്ന് പറയുന്നത്, നോർത്ത് ഈസ്റ്റ് ഓസ്ട്രേലിയയിലെ മഴക്കാടുകളാണ്. ഇതിന് ഏകദേശം 15 മുതൽ 20 മീറ്റർ വരെ ഉയരത്തിൽ വളരാൻ കഴിയും. കുറച്ച് തടി നിറഞ്ഞ കോമ്പാക്റ്റ് രൂപമാണ്. ഇതിന് നല്ല തിളങ്ങുന്ന ഹരിത ഇലകളാണുള്ളത്. യെല്ലോ റോസിഡയിൽ നല്ല തിളങ്ങുന്ന മഞ്ഞപ്പൂക്കളും റെഡ് റോസിഡയിൽ ഞരമ്പ് പോലെ നിൽക്കുന്ന ഞരമ്പ് ശൈലിയിലെ രക്തചൂർണ്ണ പൂക്കളുമാണ് ഉള്ളത്. ഇതിന് മണ്ണ് വെള്ളം വാർന്നു പോകുന്ന രീതിയിലുള്ള മണ്ണാണ് ഏറ്റവും അനുയോജ്യം. അതുപോലെ കമ്പോസ്റ്റൊക്കെ കൊടുക്കുക, വളമൊക്കെ കൊടുക്കുക. സൂര്യപ്രകാശം നന്നായിട്ട് വേണ്ട ഒരു ചെടിയാണ്. ആദ്യം ഇടവിട്ട് വെള്ളം കൊടുക്കുക, ജലസേചനം നൽകുക. പിന്നീട് ഇത് പെസ്റ്റ് റെസിസ്റ്റൻ്റ് പ്ലാന്റും കൂടെയാണ്. അതുകൊണ്ട് എന്നാലും ഇടയ്ക്കിടയ്ക്ക് എന്തെങ്കിലും കീടനാശികളുടെ ആക്രമണം ഉണ്ടോ എന്നുള്ളത് പരിശോധിക്കുക. എന്തെങ്കിലും കേടുണ്ടോ എന്നുള്ളത് പരിശോധിക്കുകയും വേണം. ഈ റോസിഡയെ അലങ്കാര ചെടിയായിട്ട് പാർക്കുകളിലും ഉദ്യാനങ്ങളിലൊക്കെ നടാറുണ്ട്. ഇത് തണുപ്പ് നൽകുന്ന ഒരു മരമെന്നും കൂടെയാണ് പറയപ്പെടുന്നത്. ഇതിൻ്റെ കച്ചവട ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടും ഇത് ഉപയോഗിക്കുന്നുണ്ട്. ഇതിന് നമുക്ക് വിത്തുകൾ വഴിയും കട്ടിങ്സുകൾ വഴിയും ഇതിനെ പ്രൊപ്പഗേറ്റ് ചെയ്യാം. ഈ ചെടിയുടെ ആരോഗ്യകരമായ വളർച്ചയ്ക്ക് പ്രൂണിങ് വളരെ അത്യാവശ്യമാണ്. പൂക്കൾ നോക്കിക്കോളൂ, നല്ല ഭംഗിയാണ് കാണാൻ. കണ്ടോ, ബഞ്ചായിട്ടാണ് പൂക്കുന്നത്. എല്ലാത്തിലും മുട്ടുണ്ട്, പൂവുണ്ട്. ഇതിൻ്റെ പ്രത്യേകത തന്നെ തണ്ട് പോലെ വന്നിട്ട് താഴേന്ന് ഇലകളൊന്നുമില്ല, കമ്പ് പോലെ വന്നിട്ട് അതിൻ്റെ അഗ്രഭാഗങ്ങളാണ് ഇലയും പൂവും. അപ്പോൾ എൻ്റെ വീട്ടിലെ റോസിഡ പ്ലാന്റിനെ കുറിച്ച് മനസ്സിലായെന്ന് കരുതുന്നു. എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമാകും എന്നും വിശ്വസിക്കുന്നു. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ ബൈ.